നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകം മാത്രമല്ല, സൗഭാഗ്യങ്ങളുടെ പെരുമഴയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതായത് ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഞങ്ങളോട് കൂടെ ചേർന്ന് നിന്നാൽ നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കും എന്നാണ് ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നത്. ഇങ്ങനെ സ്വയം പുകഴ്ത്തുന്നത്, ആത്മപ്രശംസ നടത്തുന്നത് തീർച്ചയായിട്ടും മര്യാദകേടാണ്, ഔചിത്യമില്ലാത്തതാണ്. ശരി, പക്ഷേ ഞാനിത് പറയാതെ നിങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കും? അത് മാത്രമല്ല, എനിക്ക് 64 വയസ്സുണ്ട്. ഇനി ഞാൻ എന്തോ മര്യാദ അല്ലെങ്കിൽ ഔചിത്യമൊക്കെ നോക്കിയിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇത് സംഭവം ഇതാണ്. 60 വയസ്സിന് ശേഷം ഞാൻ ബിസിനസ്സുകാരനാണ്. ഓക്കെ, അതിനകത്തു നിന്നൊക്കെ റിട്ടയർ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പണ്ടത്തേക്കാൾ കൂടുതൽ സജീവമാണ്. ബിസിനസ് നിരവധി ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് ഈ റിട്ടയർഡ് ലൈഫ് ആനന്ദകരമാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഉള്ള പല തരത്തിലുള്ള എൻഗേജ്മെൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ യൂട്യൂബ് ചാനൽ. 3-4 ഉണ്ട് എനിക്ക്. അപ്പോൾ സംഭവം ഈ 64 വർഷം ഞാൻ പഠിച്ച കാര്യങ്ങൾ, അനുഭവത്തിലൂടെ പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ ഞാൻ എത്ര വർഷം ജീവിക്കും എന്നുള്ളത് അറിയില്ല. ഓക്കെ, എനിവേ സംഭവം ഇതാണ്. ഞങ്ങളുടെ കൂടെ നിന്നാൽ ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഇത് ഞാൻ പറയുന്നത് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. പുതിയ പ്രേക്ഷകർ, നിങ്ങൾ ചുറ്റിനും കാണുന്ന, അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്നു, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിനും ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചുറ്റിനും? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ സംഭവിക്കുന്നതെന്ന് നോക്കുക. എങ്കിൽ ഉടനടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു പരീക്ഷണാർത്ഥം നിങ്ങളൊരു 2 മാസം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ 2 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഗണ്യമായ എന്തെങ്കിലും ഭാഗ്യങ്ങൾ വരുന്നുണ്ടോ? പണം മാത്രമല്ല ഭാഗ്യം, സമ്പത്ത്, വേറെ നിരവധി കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു പുതിയ നല്ല സുഹൃത്തിനെ കിട്ടുന്നത് പോലും ഭാഗ്യം തന്നെയാണ്, സൗഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്ന് നിങ്ങൾ വിശകലനം ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് കൈവരുന്നതെങ്കിൽ എൻ്റെ ചാനൽ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയും കാണുക. ഞാൻ ഇതിനകം നിരവധി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട നിരവധി ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ടിപ്പുകൾ, അതാണ് ഞാൻ ഈ ചാനലിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ടുവരുന്ന ടിപ്പുകൾ, ഓരോരോ മാർഗങ്ങൾ. അതിൽ ഒരെണ്ണം പോലും ₹1 ചിലവില്ലാത്തതാണ്. ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഭാഗ്യത്തെ ആകർഷിക്കുന്നു. ഓക്കെ, അതൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി വീഡിയോകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് 20ാമത്തെ വീഡിയോ മറ്റോ ആണ്. അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. ഓക്കെ, 64 വയസ്സുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പങ്കുവെക്കുന്നത്. പൊതുവേ ഈ നമുക്കൊരു ഭാഗ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യമൊന്നും ആരുടെയും പറയത്തില്ല. ഭാഗ്യം പോകുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അത് കുറേയൊക്കെ ശരിയുമാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നു, ഭാഗ്യം വരുന്ന കാര്യങ്ങൾ, എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യം കുറയുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് കൂടുതൽ ഭാഗ്യമൊന്നും വേണ്ട.
കാരണം 64 വയസ്സായി, ഇനി എത്ര നാളാണ്? അപ്പോൾ പരമാവധി ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ഒരു മെഴുകുതിരി വെളിച്ചം പകർന്നു നൽകുന്നത് പോലെ ഇനിയുള്ള ഏതാനും 1, 2, 3 വർഷവും കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ. എപ്പോഴാണ് ഈശ്വരൻ വിളിക്കുന്നതെന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ അതുവരെ പരമാവധി പേർക്ക് ഈ ഭാഗ്യം ആർജിക്കാനുള്ള ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞത് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സ്ഥിരം പ്രേക്ഷകർക്ക് ഇത് കേട്ട് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എനിവേ, കഴിഞ്ഞ 1-2 വീഡിയോകളായിട്ട് ഞാൻ പറയുന്നത് ഇതാണ്: ഭാഗ്യം കൊണ്ടുവരുന്ന ജീവികൾ. ഓക്കെ, ഉപ്പനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിരവധി എഴുതിയിട്ടുണ്ട്. ഈ പേജ് മുഴുവൻ പോയിന്റുകളാണ്, ഈ പറയാനുള്ള പോയിന്റുകളാണ്. ഇന്ന് ഞാൻ പറയുന്നത് കറുത്ത ഉറുമ്പുകൾ, ശവന്തീരി ഉറുമ്പല്ല, വലിപ്പമുള്ള കട്ടുറുമ്പുമല്ല, മറിച്ച് ചെറിയ കറുത്ത ഉറുമ്പുകൾ ഭാഗ്യം കൊണ്ടുവരുമോ എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഏകദേശം 2013 ഉണ്ടായ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത്. അതായത് കറുത്ത ഉറുമ്പുകൾ, കടിക്കുന്ന ടൈപ്പല്ല, മറിച്ച് നല്ല സ്പീഡിൽ ഓടുന്ന കറുത്ത ഉറുമ്പുകൾ, ചെറിയ ഉറുമ്പുകൾ. ഈ കറുത്ത ഉറുമ്പുകളെ എവിടെ കണ്ടാലും അത് ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് തന്നെ കൂട്ടത്തോടെ വരും, അത് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. അതുമാത്രമല്ല, അവയുടെ വെളുത്ത മുട്ടകൾ എടുത്തുകൊണ്ട് പോകുന്ന കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം ഭാഗ്യമുള്ള സംഭവമാണ്. വളരെ അപൂർവമായിട്ടേ അങ്ങനെ വരുള്ളൂ. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പ്രധാന വാതിലിൻ്റെ ആ പടികളിൽ ഏതാണ്ടൊരു 1000-5000 കറുത്ത ഉറുമ്പുകൾ വെളുത്ത മുട്ടകൾ താങ്ങിക്കൊണ്ട് പോയാണ്. ഓക്കെ, ഞാൻ കുറച്ച് നേരം അവയെ നോക്കി നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലോർത്തതാണ് ഏതോ ഒരു ഭാഗ്യം വരാൻ പോകുന്നു, ചെറിയ സൗഭാഗ്യമല്ല വരാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലോർത്തു. ഓക്കെ, സംഭവം അത് കണ്ട് ഏകദേശം ഒരു ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ട് അതിനുള്ളിൽ എൻ്റെ കുടുംബത്തിലെ ഈ സ്വത്തുക്കൾ ഭാഗപത്രം എഴുതി രജിസ്റ്ററാക്കി കുറേ ഭൂമിയും വസ്തുക്കളുമൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റപ്പെട്ടു. അടച്ച് രസീത് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ കറുത്ത ഉറുമ്പുകൾ നമ്മൾ കാണുന്നു. ദിവസങ്ങൾക്കുള്ളിൽ കുടുംബ സ്വത്ത് ഭാഗിച്ചതിൻ്റെ ഭാഗം കിട്ടുന്നു. അത് എൻ്റെ പേരിൽ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, അടച്ച്. അപ്പോൾ അത് ചെറിയൊരു എമൗണ്ടല്ല, ചെറിയൊരു തുകയും ഇതൊന്നുമല്ല. അത്യാവശ്യം കോടികൾ, വലിയ എമൗണ്ടിലേക്ക് മാറുന്നു. വലിയ കോടികൾ മൂല്യമുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിൽ വന്നു. അപ്പോൾ ഉറപ്പിച്ച് പറയാം, ഈ കറുത്ത ഉറുമ്പുകളെ കുറച്ച് 2-3 എണ്ണത്തിന് കാണുന്നത് തന്നെ ഭാഗ്യമാണ്. പിന്നെ ഇത് ജാഥ പോലെ, അതായത് ഈ കറുത്ത ഉറുമ്പുകളുടെ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് നിങ്ങൾ കാണുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, അത്യധികം സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എൻ്റെ വീട്ടിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്നതിൻ്റെ ഏകദേശം 7 ദിവസം മുമ്പാണ് ഞാനിത് കാണുന്നത്. ഓക്കെ, ഏതാണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അറിയുന്നു, ഇന്ന ദിവസം നമുക്ക് ഈ രജിസ്ട്രേഷൻ നടക്കും എന്നുള്ളത് അറിയുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അത് അറിയുന്നു. അപ്പോൾ ഇത് തന്നെ ഒരു സംസ്ഥാന സമ്മേളനം പോലെയാണ് വന്നത്.
ഉറുമ്പുകളെല്ലാം കൂടെ, അതും വെളുത്ത മുട്ട വെച്ചിട്ടുള്ള ഉറുമ്പുകളുടെ ഒരു ഘോഷയാത്ര. ഓക്കെ. അതുകൂടാതെ പലപ്പോഴും മിക്കവാറും ആഴ്ചകളിൽ ഒരു തവണയെങ്കിലും ഞാൻ ഈ കറുത്ത ഉറുമ്പുകളെ കാണാറുണ്ട്. അത് മുട്ട വെച്ച് വരുന്നതൊന്നുമല്ല, വലിയ രീതിയിലും ഒരു ലോക്കൽ സമ്മേളനമൊക്കെ പോലെ ഉള്ള ഉറുമ്പുകളുടെ ജാഥ കാണാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഏതെങ്കിലും തരം, എനിക്ക് നിരവധി ബിസിനസ്സുകളുണ്ട്, നിരവധി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എനിക്ക് ധനവരമുണ്ട്. പൊതുവേ ജനങ്ങൾക്ക് അറിയാവുന്നത്, എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നത് എനിക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ അത് മാത്രമാണ് എൻ്റെ വരുമാനമെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നിരവധി, അതായത് 10-15 സോഴ്സുകളിൽ നിന്ന്, പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ നിന്ന്, പലതരത്തിലുള്ള വരുമാന മാർഗങ്ങളിൽ നിന്ന് എനിക്ക് ധനവരമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ സൂചനകൾ പ്രപഞ്ചശക്തി നൽകുന്നതാണ്. അതായത് നമ്മുടെ മൊബൈലിലൊക്കെ മെസ്സേജ് വരത്തില്ല, അതുപോലെ പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് വരുന്നത് ഇതുപോലുള്ള ജീവികളെ കടത്തിവിടുന്നു, നമ്മളെ ബോധ്യപ്പെടുത്തുക, വരുന്നുണ്ട്, സൗഭാഗ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവം. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആകുന്നു. ഓക്കെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ദിവസവും ഒരു 10 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ഈ 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഐഡിയ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതലൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്താൽ പോകും, പെട്ടെന്ന് കാണത്തില്ല. ഓക്കെ. എല്ലാവരും തിരക്കാണ്, ഞാനും തിരക്കിലാണ്. അപ്പോൾ ദിവസം ഒരു 10 മിനിറ്റ് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഭാഗ്യം, നിങ്ങൾക്ക് ഭാഗ്യം വരാൻ വേണ്ടിയാണ് ഞാൻ ഈ എന്താ പറയുന്നത്, ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ. ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഭാഗ്യം വെട്ടി തുറന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ 12 മിനിറ്റായി. അതുകൊണ്ട് മാത്രം തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റ് നിരവധി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇതേ ട്രാക്കിൽ നിരവധി വീഡിയോകൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 1-2 അല്ല, നിരവധി. കാരണം 64 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും സൗഭാഗ്യവും വെളിച്ചവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.